വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ആമസോണിൻ്റെ ബിഗ് സ്പെഷ്യലായിട്ട് ഒരുപാട് ഓഫേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നവരാത്രി ആൻഡ് ദിവാലി സെയിൽസൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് തിങ്സ് നിങ്ങളുമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 6 പ്രൊഡക്ട്സാണ് വാങ്ങിച്ചത്. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഇതാണ് ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ്. ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അൺബോക്സ് ചെയ്യണം എന്നാണ് ഓർത്തത്. ഞാനിപ്പം വാങ്ങിച്ചിട്ട് ഒരു മോർ ദാൻ 1.5 വീക്കായി. അപ്പം അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ ടൈമിൽ അൺബോക്സിങ് ചെയ്ത് കാണിക്കാനും വീഡിയോ ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിയട്ടെ എന്നിട്ടാണെങ്കിലും അൺബോക്സ് ചെയ്യാമെന്നുള്ള രീതിക്ക്, പക്ഷേ എനിക്ക് കഴിഞ്ഞ ആഴ്ച 1.5 ആഴ്ചയായിട്ട് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പം നമുക്ക് കുറച്ച് ദിവസം ഇരിക്കുമ്പം എന്താണെങ്കിലും അൺബോക്സ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുമല്ലോ. പിന്നെ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ആ ഒരു ഇതൊക്കെ നമുക്ക് നോക്കാനൊരു ടെൻഡൻസി വിടില്ല. അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ നേരത്തെ തന്നെ അൺബോക്സ് ചെയ്തു. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു ഷൂ ആണ് വാങ്ങിച്ചത്. ഷൂ ഒരു 1,999 ആ ഒരു റേഞ്ച് എങ്ങാണ്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവർ ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് 599 ആണ് ഈ ഒരു ഷൂ കിട്ടിയത്. പീച്ച് കളറാണ്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കമ്പനി നോക്കുകയാണെങ്കിൽ ലാൻസർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ടെക്സ്ചറൊക്കെ നോക്കിയപ്പം എനിക്ക് നല്ലൊരു ഇത് ക്വാണ്ടിറ്റി ഉള്ള പോലെയാണ് തോന്നിയത്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ലാൻസറിൻ്റെ തന്നെ ബ്രാൻഡ് ഞാൻ സ്കൂൾ ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോർമൽ ഷൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഷൂ ആയിരുന്നു. അപ്പോൾ ഇതും അങ്ങനെ ലാസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ട്രക്കിങ്ങും വാക്കിങ്ങും അതുപോലെ റണ്ണിങ് ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു ഷൂ ആണ്. നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷൂ ആണ്. ആൻറ്റി മൈക്രോബയൽ ടോപ്പ് ഫാബ്രിക്കാണ് ഈ ഒരു ഷൂവിൻ്റെത്. ഈ ഒരു ഷൂവിൻ്റെ കെയറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാഗിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ജസ്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തിടാതെ മാക്സിമം നമ്മൾ റൂമിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗസും അതുപോലെ തന്നെ ഡേർട്ടൊക്കെ പറ്റുന്നതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഷൂവിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ കെയർ ചെയ്യുക. പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ പുറത്തിടരുത്, അതായത് സൺലൈറ്റ് കൂടുതൽ അടിക്കുന്ന ഏരിയയിൽ ഇടരുത്. ബിക്കോസ് ആ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പം നമ്മുടെ ഷൂവിൻ്റെ ആ കളേഴ്സൊക്കെ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അറിയാമല്ലോ, ഡയറക്റ്റ് സൺലൈറ്റ് എന്ത് സാധനത്തിന് അടിച്ചാലും അതത്ര നല്ലതല്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ കെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ഷൂ നമ്മൾ ഒരിക്കലും പോളിഷ് ചെയ്യരുത്. ജസ്റ്റ് ഒരു ക്ലീൻഡ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഈ ഒരു ഷൂ ചെയ്യേണ്ടത്. പോളിഷിങ് ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഈ ഷൂ വാങ്ങാൻ കാരണം ശരിക്കും ഇതിൻ്റെ ആ ഒരു പീച്ച് കളറും പിന്നെ ഒരു വൈറ്റ് കോമ്പിനേഷനൊക്കെ കണ്ടിട്ടാണ്. ശരിക്കും ആ കളർ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്തത്. പിന്നെ ഈ ഒരു പീച്ച് ഷൂവിൻ്റെ കൂടെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ബാഗ് നോക്കി. അതും ഞാൻ പീച്ച് കളറാണ് വാങ്ങിച്ചത്. ശരിക്കും നല്ല കളറാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ പീച്ച് കളർ, പിങ്ക് കളർ. ശരിക്കും പിങ്കാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ബ്ലാക്കും. പിന്നെ ഈ പീച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു ഷൂ ഞാൻ പർച്ചേസ് ചെയ്തത്. ഈ ഷൂ വാങ്ങിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിരുന്നു അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയും പിന്നെ ഈ ഷൂവിനെ കുറിച്ചിട്ടും ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടും ഉള്ള ഡീറ്റെയിലൊക്കെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ അതുപോലെ നമുക്ക് ഇടുമ്പോൾ നല്ലൊരു സുഖം തോന്നും കേട്ടോ. കാലിന് ഒരു റഫ്നെസ് ഫീൽ ചെയ്യാല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്. എൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കണ്ടോ ഈ ഒരു സംഭവം അത്യാവശ്യം ഒരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു രീതിക്കാണ്. നല്ലൊരു നമുക്ക് കാലിടുമ്പോൾ എന്താ പറയുക, ഒരു പതുങ്ങിയ ഒരു ഫീല് തോന്നും. നല്ല കംഫർട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷൂ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവർ ഷൂവിൽ തന്നെ വൈൽഡ് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. അതായത് സ്പോർട്സ്, സാൻഡൽസ്, ഫ്ലോട്ടേഴ്സ്, സ്ലിപ്പേഴ്സ്, അങ്ങനെ ചപ്പൽസും ഉണ്ട് ഈ ഒരു LCR ബ്രാൻഡിൻ്റെ. അതുപോലെ ഇവരുടെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ്. പിന്നെ നമുക്ക് നല്ല ഓഫേഴ്സിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു വർത്ത്ഫുള്ളാണ്. ഇടുമ്പം ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്. സ്ലിപ്പ് ഓൺ ആയിട്ടുള്ളൊരു ക്ലോഷറാണ്. പിന്നെ കെയറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഷൂ കറക്റ്റായിട്ട് റൂമിൽ ഒരു ബാഗിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം നന്നായിട്ട് തന്നെ ഷൂ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്നിടത്ത് നമ്മൾ മാക്സിമം ഷൂസ് സൂക്ഷിക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെ ബാഗിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് സ്റ്റെയിൻസും
മൈൽഡ് ഡ്യൂവും ഡസ്റ്റും ഡേർട്ടൊക്കെ സർഫസിൽ നിന്ന് പറ്റുന്നതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പോളിഷ് യൂസ് ചെയ്യരുത്, ഷൈനർ ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഒരു ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കെയറിങ് നോക്കുകയാണെങ്കിൽ. ഈ ഒരു ഷൂവിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ ക്ലാസിക് ആൻഡ് മോഡേൺ ആണ്. നമ്മുടെ ഷൂ വന്നത് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ്, ഒരു പിങ്കും ബ്ലാക്കും പാക്കേജിങ്ങിലൊക്കെയാണ് വന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അവരുടെ തന്നെ കുറച്ച് ചപ്പൽസിൻ്റെ ഒക്കെ അവർ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഡീറ്റെയിൽ ഒന്നും ഇല്ല, ജസ്റ്റ് ഫുട്വെയർ കവർ എന്നുള്ള രീതിക്ക് അവർ ഇട്ടിട്ടുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. വുമൻസ് ലാൻസർ വുമൻ ട്രക്കിംഗ് റണ്ണിങ് വാക്കിംഗ് ഷൂ. പിന്നെ എൻ്റെ സൈസ് 6 UK ആണ്. അപ്പോൾ ആ ഒരു പിന്നെ ഒരു പീച്ച് കളറ് ക്രിസ്റ്റൽ FN 2/S എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അവരുടെ ഓഫർ പ്രൈസായ 599 ആണെന്ന് കിട്ടിയെന്നുള്ള ആ ഒരു ഡീറ്റെയിലും 599 എന്നുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പെയർ ഫുട്ട് ഇത്രയേ ഉള്ളൂ. ഔട്ടർ മാറ്റി വയ്ക്കാം ആദ്യമൊക്കെ ഉള്ളൂ കേട്ടോ, ഭയങ്കര കെയറിങ് ഒക്കെ ആയിരിക്കും. പിന്നെ എവിടെയൊക്കെയാണ് ഫുള്ള് മുറ്റത്തൊക്കെ ആയിരിക്കും ഷൂ ഒക്കെ കിടക്കുന്നത്, വലിയ കെയറിങ് ഒന്നും കാണത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ഇതൊരു പീച്ച് കളർ, ഞാൻ പറഞ്ഞില്ലേ ബാക്ക് പാക്ക്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. ഇത് അത്യാവശ്യം നല്ല കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഡിഫക്റ്റ് തോന്നുന്നത്, ഞാൻ ശരിക്കും ഈ ഒരു ബാഗിൻ്റെ പിക്ചർ കണ്ടപ്പം അതിൽ ഈ ഒരു ഹാങ്ങിങ് ശരിക്കും പിങ്കല്ല പീച്ച് കളറായിരുന്നു. അപ്പോൾ ആ ഒരു ഹാങ്ങിങ് കണ്ടിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു ബാഗ് ഓർഡർ ചെയ്തത്. പക്ഷേ വന്നപ്പോൾ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഇത് കണ്ടപ്പോൾ ഒരു മാച്ചിങ് ഇല്ലാത്ത എന്തോ പോലത്തെ ഒരു കളറ്, നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? പിന്നെ ആക്ച്വലി ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കിയപ്പം എനിക്ക് നല്ലൊരു ക്വാളിറ്റി തോന്നി. ഒക്കെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാഗല്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് പിന്നെ എപ്പോഴെങ്കിലും നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിടാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ബാഗ് കൊടുത്തില്ല, ഇത് തന്നെ ഞാൻ എടുത്തു. ഈ ഒരു ബാഗിൻ്റെ പ്രൈസ് 899 ആണ് ആക്ച്വൽ പ്രൈസ്. പക്ഷേ ഓഫറിൽ എനിക്ക് ഷിപ്പിംഗ് ചാർജും എല്ലാം ചേർത്തിട്ട് 398 കിട്ടി. ആ ഒരു റേഞ്ചിന് നല്ല ഒരു ബാഗാണ് കേട്ടോ. ഇനി അറിയില്ല, ഞാനൊന്നും ഓപ്പൺ ചെയ്ത് നോക്കില്ല കാര്യമായിട്ട്. വലിയ കുഴപ്പമില്ല. ഔട്ടർ മെറ്റീരിയൽ നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അകത്ത് ഒരു ക്ലോത്ത് പോലത്തെ ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാണുന്നുണ്ടോ? അപ്പോൾ അത്യാവശ്യം ഇവിടെയും ഒരു എന്താ പറയുക, ഒരു ജിബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക, ഹെഡ്സെറ്റൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ബാഗിന് പറ്റിയൊരു സ്പേഷ്യസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ കളർ ജിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഒരു തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഉണ്ട്, നമുക്ക് ക്യാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുക. ശരിക്കും എന്നെ ഈ ഹാങ്ങിങ് ആണ് പറ്റിച്ചത്. ഈ കളർ കണ്ടില്ലേ? പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇവിടെ കണ്ടോ, നല്ലൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന രീതിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാക്ക്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബാക്ക് പാക്കാണ്, നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും ആ ഒരു ഷൂ എടുത്തപ്പം അതിന് മാച്ചിങ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ബാഗും കൂടി സെലക്ട് ചെയ്തത്. പിന്നെ 398 കിട്ടിയപ്പം നമുക്ക് അഫോർഡബിൾ അല്ലേ, ഇത്ര ഓഫറിന് കിട്ടുന്നില്ലേ, അപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നത് ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ കേസ് മാത്രമേ, ബാക്കിയൊക്കെ നല്ല ബാഗാണ്. പിന്നെ ഈ ബാഗിൻ്റെ ബ്രാൻഡ് SLIKK എന്നാണ്. എനിക്ക് തോന്നുന്നു സ്ലിക്കിന്നോ അങ്ങനെ എങ്ങാണ്ടോ തോന്നുന്നു, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടിയില്ല. അപ്പോൾ അതാണ് ബ്രാൻഡ്. ഇപ്പം ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആ ബ്രാൻഡിൻ്റെ ഡീറ്റെയിലൊക്കെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിഡ് സൈസ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഒരുപാട് ഹെവിയും ഒരുപാട് വലുതും അല്ല. നമുക്ക് ഭയങ്കര ഗേൾസിനൊക്കെ ഒരു ക്യൂട്ടായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ ബാക്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ കളറ് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നുന്ന ഒരു കളറാണ്, ഭയങ്കര ക്യൂട്ടിഫൈ ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ മിഡ് സൈസാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഉള്ളിൽ 1
പിന്നെ ഒരു ചെറിയൊരു ഞാനൊരു സ്റ്റോറേജ് സ്പേസ് പറഞ്ഞു. അപ്പോൾ 2, പിന്നെ സൈഡിൽ 2, അപ്പോൾ 4 ടോട്ടൽ. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്പേസ്. അപ്പോൾ ടോട്ടൽ 5 സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഫറിലാണെങ്കിൽ ഈ ഒരു പ്രൈസിന് കിട്ടുന്ന ശരിക്കും വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് പറയാൻ പറ്റും. യൂസ് ചെയ്യുമ്പോഴേ ഉള്ളൂ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഔട്ടർ ടെക്സ്ചർ നോക്കിയപ്പം എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നി. ഇതിൻ്റെ എന്താ പറയുക, ത്രെഡൊക്കെ കൊടുത്തേക്കുന്നതാണെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോവുകയല്ലെന്ന് തോന്നുന്നു. ആ ഒരു രീതിക്കാണ്. ബാഗിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ബാക്ക് പാക്കാണ്. പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ PU മെറ്റീരിയലാണ്. മെറ്റീരിയൽ ആണെങ്കിൽ സ്റ്റെയിൻ ആണ്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. പിന്നെ ഇതിൻ്റെ ക്ലോഷർ നോക്കുകയാണെങ്കിൽ സിപ്പായിട്ടുള്ളൊരു ക്ലോഷറാണ്, നമ്മുടെ നോർമൽ സിപ്പറാണ്. കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 2 കമ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും പിന്നെ ഇത് 2ആയിട്ടാണ് തോന്നുന്നു അവർ കൂട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്സാണ് ഈ ഒരു ബാഗിനുള്ളത്. 4 പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ടർ ഇവിടെ 2, പിന്നെ ഇതൊരു പോക്കറ്റായിട്ട് കൂട്ടാം. പിന്നെ ഉള്ളിലൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസിൽ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ടോട്ടൽ 4 പോക്കറ്റ്സാണ് ഈ ഒരു ബാഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അറ്റ് ദ സെയിം ടൈം വളരെ ട്രെൻഡി ആയിട്ട് നമുക്കെല്ലാം കൊണ്ടുനടക്കാൻ പറ്റിയൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബാക്ക് പാക്കാണ്. ഈ ഒരു ബാഗിൻ്റെ ലെങ്ത് ആണെങ്കിൽ 25 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് ആണെങ്കിൽ 9 സെൻറ്റിമീറ്ററും പിന്നെ നമുക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 45 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റായ ബാക്ക് പാക്കിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. വളരെ ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ ലുക്കിംഗ് ബാഗാണ് വിത്ത് പീച്ച് കളർ. അതാണ് എടുത്തു പറയേണ്ടതും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വാങ്ങിച്ച പ്രൊഡക്റ്റ് നോക്കാം. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു പെർഫ്യൂമാണ്. ക്രിയേഷൻ ലാമീസ് എന്ന് പറഞ്ഞ പ്യുവർ ബ്ലാക്ക് ആയിട്ടുള്ള ഓ ദ ടോയ്ലറ്റി സ്പ്രേ എന്നാണ്. ഓ ദ ടോയ്ലറ്റി എനിക്ക് തോന്നുന്നു അങ്ങനെ 3 കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് വൈകുന്നേരം വരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു 2 hours നിൽക്കുന്ന, അങ്ങനെ ഹവർ വൈസ് ആയിട്ട് പെർഫ്യൂംസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാർഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർഫ്യൂമിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വാങ്ങിച്ച ഈ ഒരു പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഇത് ശരിക്കും ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. മെന്നിൻ്റെ ഒരു പെർഫ്യൂമാണ്. കണ്ടപ്പോൾ ആ ബ്രാൻഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4600 രൂപയാണ്. എനിക്ക് 2184 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. അങ്ങനെ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ്. ഞാൻ അത്യാവശ്യം നല്ല വേദന എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യും. ഇതിൽ 100 ml ആണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ഡീറ്റെയിലൊക്കെയാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രാഗ്രൻസ് ഓയിൽസാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പെർഫ്യൂമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വൂഡി ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻസ് ആണെന്നാണ്. പിന്നെ പാക്കിംഗ് ഒക്കെ ഭയങ്കര നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ് കേട്ടോ. ഒരു പൗച്ച് ഉണ്ട്, ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആ ഒരു പൗച്ചിൻ്റെ അകത്ത് നല്ലൊരു കോട്ടിങ്ങോട് കൂടിയാണ്. പൗച്ച് ഞാൻ റൂമിലെങ്ങാണ്ട് വെച്ച് എടുത്തില്ല. അപ്പം നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. പിന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം മെന്നിന് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. അങ്ങനെ നമ്മൾ 3 പ്രൊഡക്ട്സ് കണ്ടു. ഇനിയിപ്പം 4മത്തെ പ്രൊഡക്ട്സ് നോക്കാം. 4മത്തെ നമ്മുടെ ഒരു കേത്രയുടെ ഷാമ്പു ആണ്, ഫിസി ഹെയറിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു സ്മെല്ലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ് കേട്ടോ. ആയുർവേദിക്കിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ശരിക്കും നമുക്കെന്താ പറയുക, ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആർഗൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ട്. പിന്നെ കോക്കനട്ട് മിൽക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു ആയുർവേദിക് സ്മെല്ല് പോലെ തോന്നും. പിന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ആർഗൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടും. നല്ല സ്മെല്ലാണ്. അപ്പോൾ ഫിസി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഷാമ്പു ആണ്. ഈ ഒരു ഷാമ്പുവിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഷാമ്പുവിൻ്റെ റേറ്റ് 140 രൂപയാണ്. പിന്നെ ആർഗൺ ഓയിൽ, ബേസിൽ ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ ഫിസി ഹെയർ, സ്ട്രൈറ്റൻ, തിന്നിങ്, ഹെയർ ഫോൾ അതിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ശരിക്കും നമ്മുടെ മുടീനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നറിഷ് ചെയ്യും. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഷാമ്പു ആണ്. ഇവരുടെ ഈ കേത്രയുടെ ഹെയർ ഓയിലും ഹെയർ മാസ്ക് ഒക്കെ വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പം ആ ഒരു ബേസിലാണ് ഞാൻ ഈ ഒരു ഷാമ്പു വാങ്ങിച്ച് നോക്കാമെന്ന് ഓർത്ത് അങ്ങനെ വാങ്ങിയത്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ഡീറ്റെയിൽ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം. ശരിക്കും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം.
അപ്പോൾ ഷാമ്പൂ കണ്ടു നമ്മൾ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കേത്രയുടെ തന്നെ ഞാനൊരു ഹെയർ ക്രീം വാങ്ങിച്ചു കേട്ടോ. 3 in 1 ആണ്. സ്റ്റൈൽ ഹെയർ, പിന്നെ നറിഷ് ചെയ്യും ഹെയറിന്, പിന്നെ ഫിസീനെസ് റിമൂവ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു 3 in 1 ആയിട്ടുള്ളൊരു ക്രീമാണ്. പിന്നെ ലൈറ്റ് നോൺ സ്റ്റിക്കി ഡെയിലി യൂസ്, നമുക്ക് നോൺ സ്റ്റിക്കി ആണ്, ഡെയിലി നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ക്രീമാണ്. അങ്ങനെയൊക്കെ അവർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ബൗൺസി ആൻഡ് ഷൈനി ഹെയർ, നോ മോർ ഡ്രൈ സ്കാൽപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഡാമേജ്ഡ് ഹെയറിന് ട്രീറ്റ് ചെയ്യും. പിന്നെ പെർഫെക്റ്റ് ഡെയിലി ഹെയർ ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡീറ്റെയിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഡിമിക്സിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പം ഒരു 50 വർഷ പാരമ്പര്യമുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. പിന്നെ മെയിൻലി ഇതിൽ ആയുർവേദിക് ആയിട്ടുള്ളൊരു കണ്ടൻസാണ് അവർ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ സ്മെല്ല് നോക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ്. ചെറിയൊരു ആയുർവേദിക് സ്മെല്ലുണ്ട്. അതിൽ അവർ ആയുർവേദിക് ആ ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കേത്രയുടെ ഹെയർ ക്രീം നോക്കുകയാണെങ്കിൽ. പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും ബെനിഫിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് 185 രൂപയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ എത്രാമത്തെ പ്രൊഡക്റ്റായി? ഷൂ കഴിഞ്ഞു, ബാഗ് കഴിഞ്ഞു, പിന്നെ ഏതായിരുന്നു, പെർഫ്യൂം കഴിഞ്ഞു, ഷാമ്പൂ, ക്രീമായി. അപ്പോൾ 5 ആയി. ഇനി 2 പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. സോറി, ഞാൻ നേരത്തെ 6 എന്നാണ് പറഞ്ഞത്. ആക്ച്വലി 7 പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു പൗഡറാണ്, നമ്മുടെ എൻജോയിൻ്ററിൻ്റെ ഒരു പൗഡറാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ചാർമിങ് പെർഫ്യൂം ടാൽക്ക്. ഈ ഒരു ഫ്രാഗ്രൻസ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഗ്ലോറിയസ് എന്നാണെന്ന് തോന്നുന്നു, ഗ്ലോറിയസും പിന്നെ റൊമാൻറ്റിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാർമിങ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലുണ്ട്. ഓൾറെഡി നമുക്കറിയാം ഇത്രയും നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് റൊമാൻസിനാണെങ്കിലും ഗ്ലോറിയസിനാണെങ്കിലും നല്ലൊരു സ്മെല്ലാണ്. ചാർമിങ് ആദ്യമായിട്ടാണ് വാങ്ങിച്ചു നോക്കുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ടാൽക്കം പൗഡറാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് 75 ഗ്രാമാണ്. എനിക്ക് തോന്നുന്നു 189 200 ആ ഒരു പ്രൈസ് റേഞ്ച് ആണെന്ന്. കറക്റ്റ് എനിക്ക് പ്രൈസ് ഓർക്കില്ല. പിന്നെ ഈ ഒരു എൻജോയിൻ്ററിൻ്റെ തന്നെ ഒരു റൊമാൻറ്റിക് പോക്കറ്റ് പെർഫ്യൂം വാങ്ങിച്ചു. ഇതും നല്ലൊരു സ്മെല്ലാണ്. ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇതിനും എനിക്ക് തോന്നുന്നു 80 റുപ്പീസോ 60യോ അത്രയെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു നവരാത്രി അല്ലെങ്കിൽ ദിവാലി ബിഗ് സെയിലായിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത തിങ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തിങ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാങ്ങിച്ച ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് സെയിൽ കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2 വീക്കോളം ആയി. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ ഒരു ടൈമിൽ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം റിവ്യൂ ചെയ്തപ്പോൾ കുറച്ച് താമസിച്ചു പോയി. നിങ്ങളൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ഒക്കെ നല്ലൊരു ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ കിട്ടുന്ന സമയം മാക്സിമം നമ്മൾ ഗ്രാസ്പ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് വാങ്ങാൻ നോക്കുക. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ അതുപോലെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ആൻഡ് ഇൻസ്റ്റഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. ഹിബ ഷാവൽ എന്നാണ് നെയിം. അപ്പോൾ എനിവേ, ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.